ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്ന് ഒരു ദുഃഖകരമായ വാർത്ത. വയനാടിന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചൂരൽമലയിൽ മീനാക്ഷി പാലത്തിനടുത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 3 പേരും ഇപ്പം മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചിട്ടുള്ളത്. ഇനി എത്ര പേർ മണ്ണിൻ്റെ അടിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധനയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ദുരന്തം വന്ന് അത് മാറി വരുന്നേ ഉണ്ടായുള്ളൂ. അതിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഓരോരുത്തർക്ക് വീടും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കിട്ടിയത്. ആ ഒരു ദുരന്തം മാറി വന്നപ്പോഴും അടുത്ത ദുരന്തമെത്തി. വയനാടിന് എന്താണ് ഇങ്ങനെ? സത്യം പറയുകയാണെങ്കിൽ വയനാട്ടിൽ ജനിച്ച് നമ്മളൊക്കെ ശരിക്കും അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആകുമ്പോൾ സത്യത്തിൽ പേടിയാണ് തോന്നുന്നത്. പേടി കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നുണ്ട്, എന്താണ് സംഭവിക്കുക ഏതാണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ വർഷത്തെ മഴയ്ക്ക് ഞാൻ ഈ കണ്ണൂരിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഞാൻ കണ്ണൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ബസ് കടക്കലും മണ്ണിടിച്ചിലും ഒരുമിച്ചായിരുന്നു. ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് അന്നൊക്കെ ഞങ്ങളൊക്കെ കഴിച്ചിലായത്. അതിൻ്റെ പിറ്റേന്നാണ് മേപ്പാടിയിൽ ആ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വയനാട് നടന്നിട്ടുള്ള ആ ഒരു ദുരന്ത വാർത്ത കണ്ടപ്പോൾ ചങ്ക് തകരുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂരാണ്. പക്ഷേ വയനാട്ടിൽ നിന്നും എനിക്ക് അവർ ഓരോരുത്തർ വിവരങ്ങൾ തന്നു കണ്ടപ്പോൾ സത്യം പറയുന്നത് കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരാൾക്കും ഒരാപത്തും വരട്ടെ എന്ന് മാത്രമേ ഞാൻ എന്നും പ്രാർത്ഥിച്ചുള്ളൂ. നിങ്ങൾ ഏവരും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ഒരു ജില്ലയിലായാലും എവിടെയായാലും ഈ ഒരു മഴ വന്ന് ശക്തമാകുമ്പോൾ പല വിധത്തിലുള്ള അനർത്ഥങ്ങളുണ്ടാവും. അപ്പോൾ പരമാവധി മലകളുടെ ചുവടിലൊക്കെ വീടുള്ളവരും പുഴ സൈഡിൽ വീടുള്ളവരും ഒക്കെ അവിടെ നിന്ന് നേരത്തെ കാലത്തെ മാറാൻ ശ്രമിക്കുക. നമ്മൾ എന്തായാലും ഒന്നും വരില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ ശ്രമിക്കുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അപകടം എവിടെയാണ് എങ്ങനെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ശക്തമായ കാറ്റുണ്ടാവും, ശക്തമായ മഴയുണ്ടാവും, അതുപോലെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് വിടുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടും കുഞ്ഞുങ്ങളെ വിടുക. ശ്വാസം മൂക്ക് അടഞ്ഞതുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് തേടുകയാണ് ഒരാപത്തും വരില്ലേന്ന്. ഇന്ന് ശക്തമായിട്ടുള്ള മഴയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ. അപ്പോൾ ഇനിയിപ്പോൾ ആ മണ്ണുകൾ നീക്കുമ്പോൾ എത്ര പേരാണ് ആ മണ്ണിനടിയിലുള്ളതെന്നും ഒന്നും അറിയാൻ കഴിയില്ല. പിന്നെ അവിടെ ബസ് പോയിരുന്നു, വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഒരു റിക്വസ്റ്റും കൂടി എല്ലാവരോടും പറയാൻ, ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ദുരന്തം കാണാൻ വേണ്ടി വരും. ഒരിക്കൽ പോലും അങ്ങനെ വരരുത്. അത് ഇവിടെ ഉള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ വണ്ടി അങ്ങോട്ട് ഇവിടെ നിന്ന് മണ്ണിടിച്ചിൽ നിന്ന് ആളുകളെ എടുത്ത് പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടികൾ ഒരുപാട് റോഡുകളിലുള്ളപ്പോൾ ഇത് പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പരമാവധി ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അവർക്ക് ഇനിയും പറയാൻ പറ്റില്ല, എപ്പോഴാണ് മണ്ണിടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്കും ഒരാപത്ത് വരത്തില്ലേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. രക്ഷാപ്രവർത്തകരെ ശരിക്കും നമ്മൾ കൈതൊഴുക തന്നെ വേണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ഒരുപാട് പേരാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ദുരന്തം ഒരു ജില്ലയ്ക്കും വരാതിരിക്കട്ടെ. ശക്തമായ മഴയാണ് വരുന്നത്. എല്ലാവരും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് താമസം മാറാൻ ശ്രമിക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.